ആ ലിവർ വലിച്ച് ആദ്യം വെക്കും. ആ ലിവർ വലിച്ചിട്ട് ആ ലിവർ വലിച്ചിട്ടാണ് ഇത് ഫ്രണ്ടിലോട്ട് തള്ളിയിട്ട് നമ്മൾ ഇതിൻ്റെ തല ട്രെയിലർ റിമൂവ് ചെയ്യുക. ആദ്യം ടൈറ്റ് ആക്കും. ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതിപ്പോൾ നിങ്ങളിത് കയറ്റിയല്ലേ റിമൂവ്? ഇതിപ്പോൾ ഇനി ലൂസ് ആയിരിക്കും. ഇത് ലൂസ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് തള്ളിയിട്ട് ഇങ്ങനെ തള്ളി ലോക്ക് ചെയ്തതിന് ശേഷം കറങ്ങും. അപ്പോൾ അങ്ങോട്ട് താവും. ഇതിങ്ങനെ ആക്കിയാൽ പിന്നെ ഫ്രീ ആയി. അപ്പോൾ ഇത് താത്താനുള്ളതാണ്. ലിവർ ഊരിയൊക്കെയാണോ ഇതിങ്ങനെ തന്നെ. ഇനി ഇതാവില്ല, ഇനി ഫ്രീ ആയി. ഇതൊന്നും ചെയ്യില്ല, ഒന്നും ആവില്ല. ആ ഉള്ളിലേക്ക് തള്ളിയാലാണ് ടൈറ്റ്. വലിച്ചാൽ തിരിച്ചെടുക്കിയാൽ തിരിച്ചതായിട്ടാവും. Ukrainsik? Ukrainsik? Ja. ഇത് ലോക്ക് കാണിച്ചു. ഈ ഒരു ട്രക്ക് ലോക്ക് ചെയ്യല്, ഈ ചെയിൻ ലോക്ക് ചെയ്യേണ്ടി വെച്ചിട്ട് വാ. അതായത് ഈ സാധനം തിരിച്ചിട്ടല്ല, വേറെ ഇതിമേൽ ലൂസാക്കാൻ കഴിയും. ബോർഡർ ടൈറ്റ് ചെയ്ത് വെച്ചാൽ വേറെ എക്സാമ്പിൾ അപ്പുറത്തേക്ക് കാണിച്ചു. അത് ലൂസാക്കും. അതിന്റെ സെൻറ്ററിലുള്ള വയറ് കറണ്ട്, ഹൈഡ്രോളിക് എയർ. ആ ലിവർ താത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും ട്രെയിലർ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അല്ല റോഡിൽ നമ്മൾ സാധനം കയറ്റുള്ളൂ അല്ലേ? തിരിച്ചെടുത്താൽ ലെവലേക്ക് തിരിച്ചെടുത്താൽ അതിൻ്റെ ഹെഡ് തല നോക്കിയാ മറ്റേ അതിന് റിവേഴ്സ് പോകാനുണ്ടല്ലോ. റിവേഴ്സ് പോകാന് കണ്ണാടിന്ന് ട്രെയിലർ തെറ്റാതെ അങ്ങനെ തന്നെ പോയിക്കുകയാണെങ്കിൽ ഇപ്പൊ റൈറ്റ് എടുത്ത് ഇനി തിരിച്ച് ലെഫ്റ്റ് ആക്കിയാൽ വീണ്ടും റൈറ്റ്, അങ്ങനെ തന്നെ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് ട്രെയിലർ പോവാം. ഒരേ ലെവലിൽ പോവാം. റൈറ്റ് ലെഫ്റ്റ് കണ്ണാടിന്ന് ട്രെയിലർ തെറ്റാതിരുന്നാൽ പാടില്ല. സംഭവം ഒരാഴ്ച നമ്മളെ കൈ കിട്ടിയാൽ തന്നെ ഇത് വലിയ സംഭവമാണ്. ആൾക്കാരെ മെന്റാലിറ്റി അങ്ങനെ ട്രെയിലർ ഓടിക്കാന്നൊക്കെ പറഞ്ഞത് കൈ കിട്ടി നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം കംപ്ലീറ്റ് പിന്നെ സൈക്കിള് മാതിരി കൊണ്ടെടുക്കാം എൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ.
സെൻട്രൽ തിരിച്ചിട്ടാലാണ് ഇതിപ്പോൾ അതൊക്കെ ടൈറ്റ് ആയി കഴിയുക. ഒരു പല്ല് തിരിച്ചിങ്ങോട്ട് വെച്ചാൽ ഈ ത്രെഡ് ഇവിടെ ടൈറ്റ്. ഇതിപ്പോ തിരിച്ചങ്ങോട്ടാകുമ്പോൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് ലൂസാക്കാം. തിരിച്ചിട്ടാല് ഇതാണ് ടൈറ്റ് വരും. ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ ടൈറ്റ് ആകുമ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ കയറി വരും. ഇതിന് മേലേക്ക് കയറി അപ്പൊ ഇതിങ്ങനെ ടൈറ്റ് ആയി വരും. ടൈറ്റ് ആയിട്ട് വരും. ആദ്യം നമ്മൾ ലൂസാക്കി വെക്കും. എന്നിട്ട് ഇത് നല്ല വലിച്ചു പിടിച്ചിട്ട് ഈ സാധനം ഇതാക്കണ ഇതിപ്പോ അവിടുന്ന് ഇങ്ങനല്ലേ ഇതിങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് ഇവിടെ കൊടുക്കുക. ജസ്റ്റ് ആ സൈഡ് കാണിച്ചാൽ ഇവിടെ ആദ്യം കൊടുക്കും. നമ്മൾ ഈ ഉക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കും. വലിച്ചു പിടിച്ചതിന് ശേഷം ഇതിൽ കൊളുത്തും. ആദ്യം ഇത് ഇവിടെ കൊളുത്തും. ഇവിടെ കൊളുത്തിയതിന് ശേഷം ഇത് ഫുള്ള് ലൂസാക്കിയായിരിക്കും വെക്കുക ഈ രണ്ട് സൈഡും. അപ്പൊ ഏകദേശം ഇത്ര പോലെ ഉണ്ടാവും ഇതിന്റെ വലിപ്പം. പിന്നെ നമ്മൾ കറക്റ്റ് വലിച്ചിട്ട് ഈ ഉക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലിവർ ക്ലിപ്പ് തിരിച്ചാക്കിയിട്ട് ടൈറ്റ് ആക്കും. അഥവാ ഇതൊരു നെട്ട് ഇതിനെ ശരിക്കും ഈ രണ്ട് ഉള്ളിലേക്ക് കയറ്റാണ് ഇതിന്റെ പ്രവർത്തനം. ഇത് ടൈറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് രണ്ട് ഭാഗവും ഇതിനകത്തോട്ട് കയറി. അങ്ങനെ ആ ചെയിൻമേലാണ് ഇപ്പൊ ഈ ഒരു സംഭവം, ഈ ഒരു വണ്ടി ഇങ്ങനെ നിക്കണത് അല്ലേ. ഇടക്കിടക്ക് ലൂസ് ആവില്ല ഒരിക്കലും. അതുവേ ബൈ ചാൻസ് നമ്മൾ അവിടെ പോണ വഴിക്കൊക്കെ ഏകദേശം വാച്ച് ചെയ്യും നമ്മള് ലൂസ് ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ചവിട്ടി നോക്കും. ചവിട്ടി നോക്കിയിട്ടാണ് ഈ ഒരു ചങ്ങലി. അതേപോലെ ഇതിന്റെ ഈ ഒരു ചങ്ങലുള്ളത് ഇത് തുറക്കാൻ വേണ്ടിട്ട് ആ വണ്ടി ഇറക്കുമ്പോ നമ്മൾ റിലീസ് ചെയ്തിട്ട് താത്താൻ വേണ്ടിട്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കയറ്റി ഈ ഒരു വണ്ടി ശരിക്കും ഈ ഒരു വണ്ടി ഈ ഒരു ചങ്ങലി, അതുപോലെ ഇതിന്റെ ഫ്രണ്ടിലെ ഒരു ചങ്ങലി, അങ്ങനെ എത്ര ചങ്ങല വരും? സെൻട്രൽ ഒരു ചങ്ങല ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ അതുപോലെ തന്നെ നല്ല തിക്നെസ് ഉള്ള അതിന്റെ സെൻട്രലിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെയിൻ അതിന്റെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും അതുപോലെ ഒരു ചങ്ങല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇത്രയും ഉള്ളിൽ കയറി പോയതാ. ടൈറ്റ് ആവും തോറും അതിങ്ങനെ ഇടക്കിടക്ക് ചെക്ക് ചെയ്യും അല്ലേ. ചെക്ക് ചെയ്തിട്ട് ബാലൻസുള്ള ചെയിൻ നമ്മൾ ഇതിനെ തന്നെ ചുരുട്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ചുരുട്ടിയിട്ടിടും. ഓക്കെ, അങ്ങനെ ഈ ഒരു 3 ചങ്ങലമ്മലാണ് ഇപ്പൊ ഈ ഒരു വണ്ടി ഇതിന്റെ മേലെ ലോഡിങ് കയറ്റുമ്പോൾ നമ്മൾ കറക്റ്റ് സെന്റർ ആക്കിയിട്ടാണ് കയറ്റുക. അതിന് ഏകദേശം കണ്ടില്ല ഒരു 10 ഇഞ്ച് പുറത്തൊക്കെ തള്ളിയിട്ട് പോണ വഴിക്ക് ഒരു വണ്ടി സ്പെയർ വരും. അതായത് മെക്കാനിക് പരമായിട്ട് എന്തെങ്കിലും തകരാറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലോഡ് മാറ്റിയിട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. കാരണം ഇത് റോഡ് സൈഡിൽ ഇടയിൽ ഇടാൻ പറ്റില്ലല്ലോ വണ്ടി. സ്പോട്ടിൽ തന്നെ നമ്മൾ വേഗം ചേഞ്ച് ചെയ്തിട്ട് വേണ്ടിയിട്ട് 18 ടയറുള്ള ഒരു ട്രെയിലറിലാണ് ഈ ഒരു വാഹനം, ഹെവി വാഹനം കയറ്റി വെച്ചത്. ഹെവി വാഹനത്തിൻ്റെ ടയർ 6 ടയറാണുള്ളത്. ഈ ഒരു 6 ടയറുള്ള എത്രയും വലിയൊരു ഹെവി വാഹനം 18 ടയർ. ഇതൊക്കെ ദുബായിലേക്ക് പോകാനുള്ള വാഹനങ്ങളാണ്. ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ അങ്ങനെ കയറ്റും. ഇതിപ്പോൾ ഈ ഒരു വാഹനം പുറത്തേക്ക് ഇറക്കി വെച്ചൊരു വാഹനമാണിത്.